അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഹബീബി. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഐറിസ് ഫൗണ്ടേഷൻ്റെ ഓഫീസിലേക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പയ്യോളിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, കോഴിക്കോടാണുള്ളത്. അപ്പോൾ ഐറിസ് ഫൗണ്ടേഷൻ്റെ ഓഫീസിൽ നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചാണ് ഇൻഷാല്ലാ ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഐറിസ് ഫൗണ്ടേഷൻ, ഞാൻ അവിടെ ആയിരുന്നല്ലോ വർക്ക് ചെയ്തിട്ടുണ്ട്, പഞ്ചാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ചെറിയൊരു സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. അതിലൊന്ന് ജോയിൻ ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഐറിസ് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നമുക്ക് അറിയാം. നല്ല ബ്ലോക്കാണ് കേട്ടോ. കോഴിക്കോട് സിറ്റിയിലെത്തുമ്പോഴാണ് ബ്ലോക്കിൻ്റെ ആ ഒരു ഒന്നൊന്നര സംഭവം മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾ തുടക്കത്തിലേ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഐറിസ് ഫൗണ്ടേഷൻ. ഐറിസ് ഫൗണ്ടേഷൻ്റെ ഓഫീസിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഐറിസ് ഫൗണ്ടേഷൻ? ഐറിസ് ഫൗണ്ടേഷൻ ഈ രാജ്യത്ത് ചെയ്യുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഐറിസ് ഫൗണ്ടേഷൻ്റെ പ്രവർത്തന രീതികൾ എന്നുള്ളത് ഐറിസ് ഫൗണ്ടേഷൻ ചെയർമാൻ ഫാദിൽ നൂറാനി ഉസ്താദ് നമ്മുടെ കൂടെ ഉണ്ട്. എന്തായാലും ഉസ്താദെ, ഈ ഒരു വേദി ഒരുക്കിയതിന് സന്തോഷം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഐറിസ് ഫൗണ്ടേഷൻ ഈ രാജ്യത്ത് നൽകുന്ന സംഭാവനകൾ, ആദ്യമായിട്ട് ഐറിസ് ഫൗണ്ടേഷൻ എന്താണെന്നുള്ളത് പരിചയപ്പെടുത്തും. നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ ഒരു വിദ്യാഭ്യാസ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, വിശിഷ്യ പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് 2 സംസ്ഥാനങ്ങളിലായി, അതിനു പുറമെ മറ്റു പല സംസ്ഥാനങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു NGO ആണ് ഇമാം റബ്ബാനി ഇനിഷ്യേറ്റീവ് ഫോർ സോഷ്യൽ എംപവർമെൻറ്റ്, ഐറിസ് എന്നാണ് അതിൻ്റെ പേര്. പ്രധാനമായും പിന്നാക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ ശാക്തീകരണം, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് പ്രധാനമായി ഐറിസ് ലക്ഷ്യം വെക്കുന്നത്. എത്ര വർഷമായിട്ടാണ് ഐറിസ് പഞ്ചാബിലും അതുപോലെ ഹിമാചലിലും പ്രവർത്തിക്കുന്നത്? ഔദ്യോഗികമായി 2022 നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അനൗദ്യോഗികമായി ഏതാണ്ട് 8-9 വർഷത്തോളമായി പഞ്ചാബിൽ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു വ്യവസ്ഥാപിത രൂപം പ്രാപിച്ചിട്ട് 4-5 വർഷത്തോളമാകുന്നു. പ്രധാനമായിട്ടും ഏത് രീതിയിലുള്ള ആളുകളിലേക്കാണ് ഐറിസ് ഫൗണ്ടേഷൻ കടന്നു ചെല്ലുന്നത്? പഞ്ചാബിൻ്റെ പശ്ചാത്തലം തിരിച്ചറിഞ്ഞപ്പോൾ സ്വാഭാവികമായും നിർബന്ധിതമായും രൂപപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് ഐറിസ് എന്നുള്ളത്. അഥവാ ഒരു ഫൗണ്ടേഷൻ വേണം, അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന ഒരു ഉദ്ദേശ്യത്തിൽ നിന്ന് രൂപപ്പെട്ടതല്ല. യാദൃച്ഛികമായി പഞ്ചാബിൽ യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ ബട്ടിൻഡ ഭാഗത്ത് മുസ്ലിങ്ങൾ മയ്യത്ത് കത്തിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് കാണാനിടയായി. അപ്പോൾ ആ അനുഭവങ്ങളെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരോട് സംസാരിച്ചപ്പോൾ അഭിവന്ദരായ ഹക്കീം ഉസ്താദിൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരം പ്രാഥമികമായ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആ പ്രദേശങ്ങളിൽ മത, ആത്മീയ, ഭൗതിക വിദ്യാഭ്യാസങ്ങൾ പകർന്നു നൽകൽ അനിവാര്യമാണ് എന്ന ഒരു തിരിച്ചറിവുണ്ടായപ്പോഴാണ് പഞ്ചാബിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നത്. ഞാൻ ഉസ്താദ് ആ ഒരു മയ്യത്ത് കത്തിക്കേണ്ട ഒരു കാര്യം പറഞ്ഞല്ലോ, അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തെടുക്കുകയാണ്. നമ്മുടെ ഉസ്താദന്മാർ പറയുന്നത് കേട്ടത് 2012 ഞാൻ ഓർക്കുന്നു. അതായത് മർക്കസിൽ നിന്നൊരു ടീം, ഡോക്ടേഴ്സ് അടങ്ങുന്ന ടീമുകൾ പഞ്ചാബിലേക്ക് പോവുകയും ഒരു 3 തലമുറകളുടെ സുന്നത്ത് കർമ്മം, ചെലാകർമ്മം ഒരുമിച്ച് നടത്തിയ ഒരു സംഭവം കേൾക്കാനിടയുണ്ടായി. അത് ഉപ്പ, ഉപ്പാപ്പ, പേരക്കുട്ടി, ഇങ്ങനെ ഒരു 3 തലമുറയുടെ സുന്നത്ത് കർമ്മം ഒരുമിച്ച് ചെയ്ത ഒരു സംഭവം. അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അഥവാ 948 നടന്ന ഇന്ത്യ വിഭജനം ഏറെ മുറിവേൽപ്പിച്ച ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. പഞ്ചാബിൽ നിന്ന് ഒരുപാട് മുസ്ലിമീങ്ങൾ പാകിസ്ഥാനിലേക്ക് കുടിയേറുകയും അവശേഷിച്ചതാകട്ടെ വളരെ തുച്ഛം ആളുകൾ മാത്രമായിരുന്നു. അപ്പോ ഈ കുടിയേറിയവരിൽ ഏറെ സമ്പന്നരും പണ്ഡിതരും ഒക്കെ ഉൾപ്പെടും. ഇവിടെ ബാക്കിയായവരിലാകട്ടെ വളരെ അതിദരിദ്രരും വളരെ പാവപ്പെട്ടവരും വിവരമില്ലാത്തവരും ഒക്കെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വിഭജനത്തിന്റെ മുമ്പ് പഞ്ചാബിൽ 33% മുസ്ലിംസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത് 2 പോയിന്റ് സംതിങ് ആണ്.
2.5% മാത്രമേ മുസ്ലിം വരുന്നുള്ളൂ. സ്വാഭാവികമായും പണ്ഡിതരും സമൂഹത്തിലെ ഉന്നതരും മൈഗ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെയുള്ളവർക്ക് വിദ്യാഭ്യാസവും സംസ്കാരവും എല്ലാം ശരിയായ രൂപത്തിൽ ഇസ്ലാമിക സംസ്കാരങ്ങൾ മനസ്സിലാക്കാനും ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പോലും തിരിച്ചറിയാനും കഴിയാത്തൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെ ഇസ്ലാമിക സംസ്കാരങ്ങൾ അന്യം നിൽക്കുന്നവർക്ക് നിങ്ങൾ മതം പഠിപ്പിച്ചു കൊടുക്കണം എന്ന് സിഖുകാരായ നമ്മുടെ സഹോദരങ്ങൾ തന്നെ പറയും. പലപ്പോഴും നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മുടെ നാട്ടില് മുസ്ലിങ്ങളുണ്ട്, അവർക്ക് പള്ളിയില്ല, നിങ്ങൾ പള്ളി എടുത്തു കൊടുക്കണം എന്ന് നമ്മോട് ആവശ്യപ്പെട്ട സിഖുകാരുണ്ട്. ചില സ്ഥലങ്ങളിൽ നമുക്ക് പള്ളികൾ എടുക്കാൻ വേണ്ടി സഹായിച്ച അനുഭവങ്ങൾ വരെ നമുക്കുണ്ട്. സ്ഥലങ്ങൾ തന്ന സിഖുകാരുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ അവരുടെ ഒരു ഇസ്ലാമിക ശാക്തീകരണം പറയാം, മതം യഥാർത്ഥത്തിൽ അതിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നിടത്ത് എക്കാലത്തും സൗഹൃദവും സമാധാനവുമാണുള്ളത്. മതത്തിന്റെ ദുർവ്യാഖ്യാനങ്ങൾക്ക് വേണ്ടി ഒരു വിഭാഗം ശ്രമിക്കുമ്പോഴാണല്ലോ സമൂഹത്തിന് ഇടയിൽ സ്പർദ്ധയും മതത്തിന്റെ പേരിൽ ഹിംസകളും നടക്കുന്ന ഒരു പ്രവണതയുള്ളത്. അത് ഏത് മതങ്ങളാണെങ്കിലും. അപ്പോ ഇസ്ലാമിന്റെ യഥാർത്ഥ സൂഫി ധാര, നമ്മൾ വിശ്വസിക്കുന്ന ഈ പാരമ്പര്യ ഇസ്ലാമിന്റെ ഒരു സംസ്കാരം തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് സിഖുകാരായ ആളുകൾ നമ്മോട് പറയാണ്, ഇങ്ങനെ കുറെ ആളുകളുണ്ട്, അവർക്ക് നിങ്ങളുടെ മതം പഠിപ്പിച്ചു കൊടുക്കണം എന്നവർ പറയുന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അതെ, കൂടുതൽ ധാർമ്മിക മൂല്യങ്ങൾ അവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ജീവിത നിലവാരത്തിലും അതുപോലെ അവരുടെ പെരുമാറ്റത്തിൽ പോലും എന്തുണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടായി വരുന്നുള്ളതാണ് അല്ലെ. അതെ അതെ. ഇപ്പോ പഞ്ചാബിലെ മുസ്ലിം കമ്മ്യൂണിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണ് ഗുജ്ജർ. പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഗുജ്ജറുകളുടെ യഥാർത്ഥ ജീവിതം, അവരൊരു നാടോടി ലൈഫ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പല വീഡിയോകളായിട്ട്. പഞ്ചാബിൽ ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടല്ലോ. പഴയ പ്രേക്ഷകർക്കൊക്കെ അത് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ആ ഗുജ്ജർ എന്നുള്ള ഒരു സമൂഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇനി പുതിയ ആർക്കെങ്കിലും അറിയണമെങ്കിൽ. ഈ രാജ്യത്ത് തന്നെ പിന്നാക്ക സംവരണ വിഭാഗങ്ങളിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഗുജ്ജർ കമ്മ്യൂണിറ്റി എന്നുള്ളത്. അവർക്ക് അവരുടെ ഒരു നേച്ചർ പ്രകാരം അവർക്ക് സ്ഥിരമായ ഒരു താമസ സ്ഥലം ഉണ്ടാവില്ല. അവർ കാലാവസ്ഥകൾക്ക് അനുസൃതമായി ഇങ്ങനെ സഞ്ചരിക്കുന്നവരാവും. ഗുജ്ജർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പ്രധാനമായി എരുമകളെ തീറ്റിപ്പോറ്റുന്നവരാണ്. എരുമകളെ ഭക്ഷിപ്പിക്കുകയും അതിൻ്റെ പാല് വിൽപ്പന നടത്തി സമ്പാദിക്കുകയും അതിൻ്റെ ആല വൃത്തിയാക്കി അതിനെ പരിചരിച്ചുകൊണ്ട് എരുമകൾക്കപ്പുറമുള്ള ഒരു ജീവിതമില്ല എന്ന് ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയവരാണ്. അപ്പൊ അത്തരം കമ്മ്യൂണിറ്റികൾ ഓരോ 6 മാസത്തേക്കോ അല്ലെങ്കിൽ 4 മാസത്തേക്കോ താൽക്കാലികമായ ഒരു താമസ സ്ഥലം കണ്ടെത്തലാണ് പതിവ്. പിന്നെ പഞ്ചാബിന്റെ ഒരുപാട് കുഗ്രാമങ്ങളിൽ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ പല ഭാഗത്തു നിന്ന് വന്നു. നമ്മള് പഴയ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഫിഷിംഗ് ആൻഡ് ഹണ്ടിങ് സൊസൈറ്റി എന്നൊക്കെ പ്രിമിറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാണ്. അപ്പൊ അവിടെ അവരുടെ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഹണ്ടിങ് നടക്കുന്നു, ദൈനംദിന ജീവിതങ്ങൾ നടന്നു പോകാനുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നു, സ്ഥിരമായ ഒരു ജീവിത സങ്കല്പങ്ങളില്ല. പിന്നീട് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിലേക്ക് മാറുകയാണ്. അപ്പൊ എന്ന പോലെ ഗുജ്ജറുകൾ ഇപ്പൊ ഏറെക്കുറെ അവർക്ക് സ്വന്തമായി സ്ഥിരവാസം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അത്തരം ഗുജ്ജറുകൾ പഞ്ചാബിൽ എത്തിച്ചേരുകയും പണം കൊടുത്ത് സ്ഥലം വാങ്ങുകയും അവിടെ ജീവിതം ആരംഭിക്കുകയും ചെയ്യുന്ന മുസ്ലിം കമ്മ്യൂണിറ്റികൾക്കിടയിൽ, എല്ലാ കമ്മ്യൂണിറ്റികളിലും ഈ ഗുജ്ജർ വിഭാഗങ്ങളുണ്ട്, അതിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾക്കിടയിൽ മതവിദ്യാഭ്യാസവും അല്ലാത്തവരിൽ ഭൗതിക വിദ്യാഭ്യാസപരമായ അവർക്ക് സാമൂഹികമായി പിന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ ഗുജ്ജർ കമ്മ്യൂണിറ്റികൾക്കിടയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമായി ചെല്ലുന്നത് തന്നെ ഒരു ഗുജ്ജർ ഗ്രാമത്തിലേക്കാണ്. നിങ്ങളെയും അൻസാർ റബ്ബാനിയെയുമാണ് ആ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരുന്നത്. ഞാൻ ആദ്യം ആ ഗുജ്ജർ കമ്മ്യൂണിറ്റിയിൽ എത്തിപ്പെട്ട ഒരു അനുഭവം ഓർക്കാണ്. ഞാൻ അവിടെ ചെന്ന് അവിടെ ഒരു വീട്ടിൽ താമസിച്ച് അവിടെ മുഴുവൻ ഒരു ചാണകമയമാണ്. അവരുടെ വീടുകൾ മുറ്റം ചാണകമാണ്, വീടുകളിൽ ചാണകമാണ്, ജോലി ചാണകമാണ്. മനുഷ്യർക്ക് പോലും ബെന്യാമിൻ പറഞ്ഞതുപോലെ ഒരു മൃഗത്തിന്റെ എരുമയുടെ മുഷടുവാടയാണ്. അപ്പോ അവർ കൊണ്ടുവരുന്ന വലിയ സൽക്കാരം തന്നു അവിടെ ചെന്ന സമയത്ത്. അപ്പൊ ആ പാല് കുടിക്കുമ്പോൾ ആ ഗ്ലാസ്സിന് പോലും ചാണകത്തിന്റെ, ഒരുപക്ഷെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും, ചാണകത്തിന്റെ ഗന്ധമായിരുന്നു. അപ്പൊ അത് നമ്മള് പിന്നെ അവരുടെ ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം എന്ന നിലക്ക് നമ്മെ സംബന്ധിച്ച് കുറച്ച് പ്രയാസങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു കൾച്ചറിനെ ഒന്നുകൂടി വൃത്തിയാക്കി എടുക്കുകയും അവരെ പുറം ലോകം കാണിക്കുകയും ചെയ്യാനുള്ള
എന്ത് പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത് എന്ന് ആലോചിച്ചപ്പോഴാണ് നസീബ് റബ്ബാനി നിങ്ങളെയും അൻസാർ റബ്ബാനിയെയും നമ്മൾ പഞ്ചാബിലേക്ക് പറഞ്ഞേക്കുന്നത്. ഏതാണ്ട് 2001 2021 നമ്മൾ ആ ഒരു നിയോഗം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ നമ്മളുടെ ലക്ഷ്യം ആ ഒരു നല്ല തുടക്കമായിരുന്നു അത്. കാരണം അവിടെ നിങ്ങൾ പോയി അവരിൽ ആളായി ജീവിക്കുകയും അവർക്ക് പുതിയ സംസ്കാരത്തെ പകർന്നു കൊടുക്കാനും അവിടെ മദ്രസകൾ ഉണ്ടാക്കാനും സ്കൂൾ ഉണ്ടാക്കാനും അതുപോലെ പള്ളി പരിചരിക്കാനും നമ്മൾ തന്നെ നിർമ്മിച്ച സാംസ്കാരിക കേന്ദ്രങ്ങളുണ്ട്. ഇതെല്ലാം ഒരു സംസ്കാരമായി അവിടെ രൂപപ്പെട്ടപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ തന്നെ വലിയ മാറ്റം വന്നു. സമാനമായ ഒരു 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 രീതിശാസ്ത്രമാണ് എല്ലാ ഗുജ്ജർ വില്ലേജുകളിലും നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പല ഗുജ്ജർ ഗ്രാമങ്ങളിലും അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഉസ്താദ് പറഞ്ഞ പോലെ ഒരു എരുമകൾക്കപ്പുറം അവർക്കൊരു ലോകം ഇല്ലായിരുന്നു അല്ലെ. അപ്പോ ശരിക്കും പറഞ്ഞാല് ആട് ജീവിതത്തിലെ നജീബിന്റെ ഒരു മുതലാളിമാരാണ് അവർക്ക്. ഇതുമായിട്ട് അവര് സാമ്പത്തികമായിട്ടൊക്കെ കുഴപ്പമില്ലാത്ത ജീവിതത്തിൽ നജീബ് ഒരു അടിമയായിരുന്നെങ്കിൽ, ഒരു അറബിയുടെ തൊഴിലാളിയായിരുന്നെങ്കിൽ ഇവർക്ക് മുതലാളിമാരില്ല, ഇവരൊക്കെ മുതലാളിമാരാണ്. പക്ഷെ ഇവർക്ക് ഈ സമ്പത്തിന്റെ വിനിയോഗം ഇതെന്തിനാണ് ദൈനംദിന ജീവിതത്തിന് ഒരു പക്ഷെ അവരുടെ അധ്വാനം എത്രയോ ധാരാളമാണ്. കാരണം അത്രയോ ഒന്നും അധ്വാനിക്കേണ്ടതില്ല. ഒരു എരുമ ശരാശരി 10 ലിറ്റർ പാലും എടുത്താൽ അങ്ങനെയുള്ള 10ഉം 20ഉം 50ഉം എരുമകളെ തീറ്റിപ്പോറ്റുന്ന ഗുജ്ജറുകളുണ്ട്. അപ്പൊ സാമ്പത്തികമായി അവർക്കിടയിൽ വലിയ വെൽത്തുണ്ട്. 200ഓളം പിന്നെ എരുമകളുള്ള ആളുകളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ വെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. പക്ഷെ അതിനെ എങ്ങനെ ജീവിതത്തെ സമ്പന്നമാക്കാൻ, പുഷ്ടിപ്പെടുത്താൻ അത് ഉപയോഗിക്കണം, അതിന്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെ ആവണം എന്നവർ പുറലോകത്ത് സഞ്ചരിക്കുന്നില്ല. ഒന്ന്, അവർക്ക് അതിനെപ്പറ്റിയുള്ള കാഴ്ചപ്പാടുകളില്ല. അപ്പൊ അത്തരം കാഴ്ചപ്പാടുകളിലേക്ക് ഒരു സംസ്കൃതമായ ഒരു സൊസൈറ്റിയായി അവരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അത്തരം സമൂഹങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്നതിന്റെ ഒരു താല്പര്യം. അതെ, അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് ഐറിസ് ഫൗണ്ടേഷൻ കടന്നു ചെന്നപ്പോ വലിയ സ്വീകാര്യത ഉണ്ടായത് അല്ലെ. തീർച്ചയായിട്ടും അത് ഇവിടെ, അതായത് കേരള ജനങ്ങൾക്കിടയിലായാലും അതുപോലെ പഞ്ചാബികൾക്കിടയിൽ വലിയ സ്വീകാര്യത. ഇപ്പോ സാർ ഓർമ്മപ്പെടുത്തിയ പോലെ സിഖ് മതസ്ഥരുടെ ഇടയിലൊക്കെ വലിയ ഒരു സ്ഥാനം ഐറിസ് ഫൗണ്ടേഷന്റെ ആളുകളാണെന്ന് നമ്മൾ പറഞ്ഞ് കടന്നു ചെല്ലുമ്പോൾ അവര് നമ്മൾ വളരെ ആദരവ് നൽകുകയാണ്, അംഗീകാരങ്ങൾ നൽകുകയാണ്. എന്തായാലും അത് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ എല്ലാ ഓർഗനൈസേഷൻസും തീർച്ചയായും നമ്മുടെ രാജ്യത്തിന്റെ ശാക്തീകരണവും ഐക്യവും അഖണ്ഡതയും എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ ഭരണഘടനയെ ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ മനുഷ്യർക്കിടയിലുള്ള സ്നേഹവും സൗഹാർദ്ദവും, അതാണ് നമ്മുടെ രാജ്യത്തിന്റെ മുഖമുദ്ര. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണല്ലോ. വൈവിധ്യങ്ങൾ ഉണ്ടാകണം. ആ വൈവിധ്യങ്ങൾ ആഘോഷമാക്കണം. വൈവിധ്യങ്ങൾ ആഘോഷമാക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും സൗഹൃദം പങ്കുവെക്കുകയും എല്ലാവരുടെയും അഭിവൃദ്ധി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം നമുക്ക് കാണാനും പറ്റും. എല്ലാ സ്ഥലങ്ങളിലും നമ്മളൊരു ബാക്ക് ടു സ്കൂൾ എന്നുള്ള പ്രൊജക്ടുകൾ നമുക്ക് നടക്കുന്നുണ്ട്. വില്ലേജുകളിൽ കുട്ടികൾ സ്കൂളിൽ പോകാത്ത, വിശേഷ ഗുജ്ജറുകളാകട്ടെ അല്ലാത്ത കമ്മ്യൂണിറ്റി ആവട്ടെ, സ്കൂളുകളിൽ പോകാത്തവരെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ഗവൺമെന്റ് സ്കൂളുകളിൽ, സ്കൂൾ ഇല്ലാത്തിടത്ത് സ്കൂൾ ചെറിയ രൂപത്തിൽ നിർമ്മിച്ച്, അഥവാ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലാതെ താൽക്കാലികമായി ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമിയിൽ സ്കൂളുകൾ നടത്തി അവിടെ കുട്ടികളെ പ്രബുദ്ധരാക്കുന്ന പ്രവർത്തനങ്ങൾ പലതും നമുക്കിപ്പോഴും നടന്ന സ്കൂളിലേക്ക് പിന്നീടായി. ഇപ്പൊ നമ്മൾ ഈ യാത്രയുടെ ഭാഗമായി ഒരുപാട് ഗുജ്ജർ ഗ്രാമങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ നമുക്കറിയാൻ പറ്റിയതാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ജാമിയ മില്ലിയയിലെ കെമിസ്ട്രി വിഭാഗം തലവനായ ഡോക്ടർ സൈഫ് അലി ചൗധരി എന്ന് പറയുന്ന ഒരു പ്രൊഫസർ. അദ്ദേഹം ഗുജ്ജർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വളർന്നു വന്നവരാണ്. നമ്മുടെ ഒരു അക്കാദമിയിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങളിൽ നമ്മെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പൊ അവരുടെ ഉള്ളിലും ഇങ്ങനെ ഒരു ശാക്തീകരണവും ഈ ഒരു ട്രഡീഷണൽ പിന്നാക്ക ജീവിതത്തിൽ നിന്നുള്ള ഒരു മോചനവും അവരും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അവർക്കിടയിൽ മാത്രമല്ല, പഞ്ചാബി മുസ്ലിംസ് അതുപോലെ തന്നെ മറ്റു പല കമ്മ്യൂണിറ്റികൾക്കിടയിലും ഹിമാചലിലും നമ്മളത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാജസ്ഥാനിന്റെ പല ഭാഗങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെ ഇതിങ്ങനെ ആവശ്യങ്ങളുള്ളിടത്തേക്ക്
നമ്മൾ തേടി പോവല്ല. നമ്മളെ തേടി സമീപിച്ചു വരുന്നവർക്ക് പലപ്പോഴും വെള്ളമില്ലാത്ത സങ്കടം പറഞ്ഞിട്ടാ വരിക. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, നമ്മളാണ് പട്ടാങ്കോട്ടിലെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ സത്യം പറഞ്ഞത് ആ ഒരു ഇത് കേൾക്കുമ്പോൾ എന്റെ കണ്ണ് നിറയും. എന്റെ ഒരു കാരണം വെച്ചാൽ ആ ഒരു ഉമ്മ പറഞ്ഞ ആ ഒരു വാക്ക് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഇത് ഈ യാത്രക്കും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്നെ പ്രചോദിപ്പിക്കുന്ന ഇങ്ങനെ ചില മുഖങ്ങളാണ്. ആ ഉമ്മ വന്ന് എന്നോട് പറഞ്ഞത്, നിങ്ങള് എവിടുന്നോ വന്ന മലക്കുകളാണ്, നിങ്ങളെ ദൈവം അയച്ച മലക്കുകളാണ് നിങ്ങൾ എന്നുള്ള രീതിയിലാണ് ആ ഒരു വെള്ളം കൊടുത്തപ്പോ ആ ഉമ്മ ഷെയർ ചെയ്ത് പറയാൻ കാരണം. ദിവസവും 6 കിലോമീറ്ററുകളോളം ഈ കുടം തലയിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് വെള്ളം കൊണ്ടുവന്നിട്ട് വേണം അവർക്ക് വെള്ളം കുടിക്കണമെങ്കിലും ഭക്ഷണം പാകം ചെയ്യണമെങ്കിലും. കാരണം അവിടെ ഒരു പഞ്ചാബിന്റെ ആ ഒരു ഭൂമിയിൽ കുഴൽക്കിണർ കുഴിക്കണമെങ്കിൽ ശരാശരി 2 ലക്ഷത്തോളം രൂപ ആണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രയാസകരമായ പൈസയാണ്. അത്ര പൈസ ഒന്നും അവരെ കയ്യിൽ ഉണ്ടാവില്ല. കുറഞ്ഞ ആളുകളെ വില്ലേജുകളിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അവർക്ക് കുടിവെള്ളം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് സഞ്ചരിച്ചേ മതിയാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടിൽ നമ്മുടെ സഹകാരികളുടെ ഐറിസിന്റെ സഹകാരികളുടെ സപ്പോർട്ടോടു കൂടി കുഴൽക്കിണർ കുഴിച്ചു കൊടുത്തപ്പോൾ സ്വാഭാവികമായ ആ ഉമ്മയുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു അനുഭവമാണത്. അപ്പൊ നമ്മുടെ അടുത്ത് പലരും വന്നിട്ട് പറയും, ഞങ്ങൾക്ക് വെള്ളമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ പോയി നോക്കുമ്പോൾ അത് വളരെ സത്യസന്ധവുമായിരിക്കും. അപ്പൊ നമ്മൾ ഈ വിവരം നമ്മുടെ സഹൃദയരെ നമ്മളെ ബന്ധപ്പെട്ടവരെ അറിയിക്കുമ്പോൾ അവരവരുടെ മരണപ്പെട്ടു പോയവരുടെ പേരിൽ കിണറുകൾ ഹദിയ ചെയ്ത് നമ്മളത് അവിടെ നിർവഹിക്കുമ്പോൾ ഇപ്പോൾ ഈ 7-ാം തീയതി 2 കുഴൽ കിണറുകളുടെ ഉദ്ഘാടനം നമുക്കുണ്ട്. റാസൽ ഹൈമയിലെ നമ്മുടെ ഒരു സുഹൃത്ത് വലിയ തുക മുടക്കിക്കൊണ്ട് 2 കുഴൽ കിണറുകൾ സ്ഥാപിക്കുകയാണ്. അഥവാ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു. അതിൽ എല്ലാ കമ്മ്യൂണിറ്റി ഉണ്ട്, മുസ്ലിംസ് ആൻഡ് നോൺ മുസ്ലിംസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവർക്കും നമ്മള് മുസ്ലിങ്ങൾക്കിടയിൽ ധാർമ്മികാവബോധം ഉണ്ടാക്കുകയും എല്ലാ കമ്മ്യൂണിറ്റിയുടെയും വെൽഫെയർ ആൻഡ് ചാരിറ്റി രംഗത്ത് എല്ലാവർക്കും കോമൺ ആയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ യാത്രയിൽ ഇതൊക്കെ നേരിട്ട് അനുഭവിച്ച് കാണാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ വളരെ കൃത്യമായി ബോധ്യപ്പെടും. അപ്പൊ എനിക്ക് എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത്തരം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളില്, ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളില് നമ്മളൊക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചാൽ നമുക്കൊരു നല്ലൊരു രാജ്യത്തെ രൂപപ്പെടുത്താൻ സാധിക്കും. എഡ്യൂക്കേഷൻ ഫോർ ഓൾ, ഡെവലപ്മെന്റ് ഫോർ ഓൾ എന്നുള്ള പ്രമേയമാണല്ലോ നമ്മുടെ. തീർച്ചയായും കേരളം വിട്ട് യാത്ര ചെയ്ത ഒരാൾ ഒരു യാത്ര ആഗ്രഹിക്കുമ്പോൾ തിരഞ്ഞെടുക്കാവുന്ന ഒരു മോട്ടോയാണ് നിങ്ങൾ ഈ യാത്രക്ക് തിരഞ്ഞെടുത്തതെന്നുള്ള വലിയ സന്തോഷമുണ്ട്. കാരണം വിദ്യാഭ്യാസം സാർവത്രികമാകണം, എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണം. അതും സൗജന്യ വിദ്യാഭ്യാസം ഭരണഘടന വകവെച്ചു നൽകുന്ന മൗലികാവകാശങ്ങളിൽപ്പെട്ടതാണ്, ഒരു ഹ്യൂമൻ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പോൾ അത് എല്ലാവർക്കും ലഭിക്കണം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം കമ്പോളവൽക്കരിക്കപ്പെടുന്ന കാലത്ത് ഗവൺമെന്റ് വിദ്യാഭ്യാസം കേരളത്തിൽ നിന്ന് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് മനസ്സിലാവില്ല. ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയാൽ നമുക്ക് അനുഭവമുണ്ട്. ബാർബർമാർ അധ്യാപകരാണ്, ഒപ്പുവെച്ചിട്ട് ബാർബർ ഷോപ്പിൽ വരും. ഡ്രൈവർ പണി എടുക്കുന്നവരുണ്ട്, കൃഷിപ്പണി എടുക്കുന്നവരുണ്ട്. കാരണം ഒന്ന്, കുട്ടികൾ സ്കൂളിൽ എത്തുന്നില്ല എന്നുള്ളൊരു സാധനം. അപ്പൊ അത് ഈ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കണം. എല്ലാ വികസനങ്ങളുടെയും ആണിക്കല്ല് എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. അപ്പോഴാണ് ഡെവലപ്മെന്റ് ഉണ്ടാകുക. അത് വളരെ കാലിക പ്രസക്തമായ പുതിയ കാലത്ത് ഇന്ത്യയുടെ ദാരിദ്ര്യവും പട്ടിണിയും ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ. ഇത് രാജ്യത്തുണ്ട് എങ്കിലും, തൊഴിലില്ലായ്മ ഉണ്ട് എങ്കിലും, അതിനെ കവച്ചു വെക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ അതിന് ഉള്ള ഒരു പരിഹാരമാണ് എഡ്യൂക്കേഷൻ ടു ആൾ എന്നുള്ളത്. എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ആ ഒരു ദൗത്യം ഉയർത്തിപ്പിടിച്ച് എഡ്യൂക്കേഷൻ സക്സസ് ആയാൽ തന്നെ നമുക്ക് ഡെവലപ്മെന്റ് സ്വാഭാവികമായിട്ടുണ്ടാവും. വിദ്യാഭ്യാസമാണല്ലോ ഒരു മനുഷ്യനെ സാംസ്കാരികമായും സമ്പന്നമാക്കുന്നത്, എല്ലാ അർത്ഥത്തിലും സമ്പന്നമാക്കുന്നത്. വിദ്യാഭ്യാസമാണ് നമ്മളെപ്പോഴും ഉയർത്തിപ്പിടിക്കേണ്ട രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ആശയം. പ്രത്യേകിച്ച് കേരളത്തിന് അങ്ങനെ ഒരു പാരമ്പര്യവുമുണ്ട്. പഞ്ചവത്സര പദ്ധതികൾ 1950 മുതൽ വന്ന കാലഘട്ടം മുതൽ തന്നെ വിഭക്ത കേരളം, അല്ലെങ്കിൽ ഈ പുതിയ കേരളം രൂപീകരിക്കുന്നതിന്റെ മുമ്പ് തന്നെ തിരുവിതാംകൂർ ആണെങ്കിലും മലബാർ എല്ലാ മേഖലകളിലും എന്തുണ്ട്, വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ് കേരളീയ പരിസരങ്ങളിൽ നിന്നുണ്ടായത്. അന്ന് ഇന്ത്യയുടെ അഥവാ സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസികൾ ഉണ്ടായിരുന്നത് പട്ടിണി നികത്തുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നൊക്കെ ആയിരുന്ന കാലത്തും
വിദ്യാഭ്യാസം നമുക്ക് പ്രധാനമായിരുന്നു. അത് നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ പ്രചാരകരാവുക എന്നുള്ളത് ഒരു കാലഘട്ടത്തിന്റെ ഒരു സ്വാഭാവികതയാണ്. പക്ഷെ നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അതുകൊണ്ടാണ് ഐറിസിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടുതൽ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി നമ്മൾ പിന്നെ നമ്മൾ അതിന്റെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരികയും അത് ഈ യാത്ര പൂർത്തീകരിച്ചുകൊണ്ട് ഐറിസ് ഫൗണ്ടേഷനിലേക്ക് തന്നെ സജീവമായ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ വരുമെന്ന വിശേഷക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ യാത്ര ഒരുപാട് കണ്ണു തുറക്കാൻ, ഒരുപാട് ആളുകളുടെ കണ്ണുകൾ തുറപ്പിക്കാൻ സഹായകമാകുന്ന ഒരു യാത്രയാകട്ടെ എന്ന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളായി അറിയിക്കുന്നു. പിന്നെ അതുപോലെ നിങ്ങൾ ഈ ഐറിസ് ഫൗണ്ടേഷന്റെ കോഴിക്കോടുള്ള നമ്മുടെ കാര്യാലയത്തിൽ, നമ്മുടെ ഓഫീസിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവിധ സന്തോഷങ്ങളും അതിന്റെ പേരിൽ, ഐറിസിന്റെ പേരിൽ നിങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ ഈ വീഡിയോ കാണുന്നതിന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, കോഴിക്കോട് പന്നിങ്കരയാണ് നമ്മുടെ ഐറിസ് ഫൗണ്ടേഷന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഒഴിവുപോലെ ഈ കാലിക്കറ്റ് ബീച്ചിനോട് ചേർന്നിട്ട് തന്നെയാണ് ഓഫീസുള്ളത്. അപ്പോൾ നിങ്ങൾ കുടുംബസമേതം ഇവിടെ വരുന്ന സമയത്തൊക്കെ ഒന്ന് ഇവിടെ വന്ന് സന്ദർശിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങൾ അറിയാൻ ശ്രമിക്കുകയും ഇതിന്റെ ഒരു ഭാഗമായി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. ഐറിസ് ഫൗണ്ടേഷന്റെ ഒരു ബോക്സ് ഉണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് കേരളത്തിന്റെ എല്ലാ ജില്ലകളും ആ ഐറിസ് ഫൗണ്ടേഷന്റെ ബോക്സുമായിട്ട് ഇതിന്റെ പ്രവർത്തകർ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഒരു ബോക്സ് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഇവരെ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ വിളിച്ച് ഒരു ബോക്സ് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചാൽ നമ്മൾ അറിയാതെ നമ്മൾ ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും അതുപോലെ ഉയർച്ചയിലും നമ്മൾ ഭാഗമാക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയായിരിക്കും. എന്തായാലും സദേ സന്തോഷം. യാത്ര തുടരുകയാണ്. പ്രാർത്ഥനയിൽ ഉണ്ടാകും. അസ്സലാമു അലൈക്കും.